9 മണി വാർത്ത തുടങ്ങുമ്പോൾ നമ്മൾ നേരിട്ട് നിയമസഭയിലേക്കാണ് പോകുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുകയാണ്. ഇന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കാൻ ആവോളം വിഷയങ്ങളുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അത് ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമായിട്ടാണ് വരിക. ബഹുമാനപ്പെട്ട സിഎം, ചോദ്യം. സർ, ഉണ്ട് മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19/1/26 വരെ 3360 വായ്പകൾ അനുവദിച്ചതിലൂടെ 2963 സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ സംരംഭങ്ങൾക്കായി ആകെ 1286 കോടി 96 ലക്ഷം രൂപ പ്രതിപക്ഷം നിയമസഭയിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ഇപ്പോൾ സഭാ കവാടത്തിൽ സത്യാഗ്രഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. അതായത് പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ പോവുകയാണ്. കഴിഞ്ഞ ദിവസം സഭയ്ക്കകത്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ടായിരുന്നത്. അവിടെ പ്ലക്കാർഡുകളും ബാനറുകളും ഏന്തിയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷാംഗങ്ങൾ എത്തിയത്. പോറ്റിയെ കയറ്റി എന്ന പാരഡി ഗാനത്തിന്റെ വരികളടക്കം ഉള്ള ബാനറുകളുമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം സഭയിൽ പ്രതിപക്ഷം എത്തിയതെങ്കിൽ ഇന്ന് പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നു. സഭയിലെ പ്രതിഷേധത്തിന് പുറത്തേക്ക് കൂടി ആ പ്രതിഷേധം ഇറങ്ങുന്നു. സഭാ സത്യാഗ്രഹത്തിൽ പ്രതിപക്ഷം ഇപ്പോൾ സത്യാഗ്രഹ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാരംഗ് വിശദാംശങ്ങളുമായി. സാരംഗ്, വിവരങ്ങൾ. ഇതിനകം ഒരു സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നത്. അതായത് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. പക്ഷേ പ്രത്യക്ഷ സമരം, അതായത് ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദമുണ്ട്. അതിനെതിരെ സമര നടപടികൾ പ്രതിപക്ഷം പ്രഖ്യാപിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കോൺഗ്രസിന്റേതും UDFന്റെയും തീരുമാനം അങ്ങനെയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതിനൊപ്പം തന്നെ സഭാ നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറല്ല. സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് സത്യാഗ്രഹ സമരം ഇപ്പോൾ നിയമസഭയ്ക്ക് മുൻപിൽ നടക്കുമെന്നാണ് പറയുന്നത്. അതായത് CR മഹേഷും നജീബ് കാന്തപുരവും സത്യാഗ്രഹ സമരവുമായി മുന്നോട്ട് വരും. പക്ഷേ സഭാ നടപടികൾ അലങ്കോലപ്പെടുത്താനോ അവിടെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനോ തയ്യാറല്ല. അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് ഹൈക്കോടതിക്കെതിരെയായിട്ടുള്ള ഒരു സമരമായിട്ട് കണക്കാക്കണം. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിയന്ത്രണം, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിയന്ത്രണവും ഒപ്പം തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഹൈക്കോടതിയാണ്. ആ ഒരു അന്വേഷണ സംഘത്തിനെതിരെയായിട്ടുള്ള ഒരു സമരം, അത് ഹൈക്കോടതിക്കെതിരെയായിട്ടുള്ള സമരമായിട്ട് തന്നെ കണക്കാക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ ഈ ഒരു കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ ഉന്നയിക്കാതെ തന്നെ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട സമരപരിപാടികളുമായി, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കം ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 11 മണിക്കാണ് സെക്രട്ടേറിയറ്റ് മാർച്ച്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സത്യാഗ്രഹ സമരവും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് സഭ അലങ്കോലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറല്ല. സഭാ നടപടികളുമായി സഹകരിക്കും. പക്ഷെ അതിനൊപ്പം തന്നെ സമാന്തരമായി സെക്രട്ടേറിയറ്റ് മാർച്ചും ഒപ്പം തന്നെ ഈ സത്യാഗ്രഹ സമരവും നടക്കും. ആ രീതിയിലാണ് ഇപ്പോൾ സഭ ആരംഭിച്ചിരിക്കുന്നത്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. അതായത് സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നില്ല എന്ന് പ്രതിപക്ഷം പ്രഖ്യാപിച്ചിരിക്കുന്നു. പകരം സഭയ്ക്ക് പുറത്ത് സഭാ കവാടത്തിൽ സത്യാഗ്രഹ സമരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നജീബ് കാന്തപുരവും CR മഹേഷുമായിരിക്കും ആദ്യം സത്യാഗ്രഹം ഇരിക്കുക. ഇതോടൊപ്പം സഭാ നടപടികളുമായി സഹകരിക്കുകയും ചെയ്യും. ആ തരത്തിൽ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പ്രതിപക്ഷം ആലോചിക്കുന്നത്. സ്വർണ്ണക്കൊള്ള തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം ഉയർത്തി. മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴടക്കം പശ്ചാത്തലത്തിൽ നമുക്ക് മുദ്രാവാക്യങ്ങൾ കേൾക്കാമായിരുന്നു. പക്ഷേ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ അറിയിച്ചത്. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ സ്വർണ്ണക്കൊള്ള ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു. നേരത്തെ സാരംഗ് സൂചിപ്പിച്ചതുപോലെ സഭയ്ക്ക് പുറത്ത് പ്രതിഷേധമുണ്ടാവും. സഭയ്ക്കകത്ത് ഈ രീതിയിൽ സമാധാനപരമായി തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഇത് ഹൈക്കോടതി പ്രഖ്യാപിച്ച അന്വേഷണമാണ്. ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് ഹൈക്കോടതിക്കെതിരായ സമരമായി വേണം കണക്കാക്കാൻ എന്നാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ സഭയിൽ പറഞ്ഞത്. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവും ഉയർത്തിയാണ് പ്രതിപക്ഷം തുടക്കത്തിൽ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സാർ, എൻ്റെ ചോദ്യം, ഈ പദ്ധതി കൂടുതൽ വ്യാപിപ്പിച്ച് അതോടൊപ്പം സബ്സിഡിയിൽ വലിയ കുറവ് വരുത്തി പലിശ
സഭയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പിന്നീട് മടങ്ങിയെത്താം. പയ്യന്നൂരിൽ കഴിഞ്ഞ ദിവസം മുതിർന്ന CPM നേതാവ് ഇന്നലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ രീതിയിലുള്ള പ്രതിഫലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ കുഞ്ഞികൃഷ്ണന്റെ വീട്ടിലേക്ക് CPM പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് വരുന്ന വാർത്ത കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ച് ഇന്നലെ ഒരു വിഭാഗം CPM പ്രവർത്തകർ രംഗത്തെത്തിയെന്നതാണ്. അഴിമതി ആരോപണം ഉന്നയിച്ചതിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് ഒരു വിഭാഗം കുഞ്ഞികൃഷ്ണന് വേണ്ടി മുദ്രാവാക്യങ്ങളുമായി നിരത്തിലിറങ്ങിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവൻ ഒടുക്കിയതിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് കാട്ടി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. വീഡിയോ വന്നതിലുണ്ടായ മനപ്രയാസത്തിലാണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്നാണ് കേസ്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കമുണ്ടായിരുന്ന വിവരങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അത് ഇങ്ങനൊരു വീഡിയോ പ്രസിദ്ധീകരിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തേക്കാം എന്നതടക്കമുള്ള പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തു എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ ഇന്ന് ജാമ്യാപേക്ഷയിൽ വിധി പറയുന്ന സാഹചര്യത്തിൽ എന്താണ് പൊതുവെ നിയമവൃത്തങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, കഴിഞ്ഞ ദിവസമാണ് ഷിംജിത അറസ്റ്റിലായത്. അതിന് തൊട്ട് പിന്നാലെ ജാമ്യ ഹർജി നൽകുകയും കഴിഞ്ഞ ദിവസം അതിൽ വിശദമായി വാദം കേൾക്കുകയും ഇന്നും വിധി പറയാൻ മാറ്റുകയുമായിരുന്നു. അന്വേഷണം പ്രാരംഭഘട്ടത്തിനായതിനാൽ ജാമ്യം നൽകിയാൽ അത് ആ കേസിനെ ദോഷകരമായി ബാധിക്കും എന്നാണ് പോലീസ് പറഞ്ഞത്. നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ആളാണ് ഷിംജിത. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഈ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിലിട്ടാൽ അതിൽ നിന്നും ഉടലെടുക്കുന്ന മാനഹാനിയിൽ ഈ യുവാവ് ആത്മഹത്യ ചെയ്യാൻ ഇടയാവും എന്ന് അവർക്ക് അറിയാമായിരുന്നു. പക്ഷേ അത് അവഗണിച്ചാണ് അവർ ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തത്. ഒപ്പം ഇവർക്ക് ജാമ്യം നൽകിയാൽ സമാന മനസ്കരായ മറ്റാളുകൾക്കും ഈ രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്യാൻ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്രേരണയാവുകയും അത് മറ്റുള്ള ആത്മഹത്യകളിലേക്ക് നയിക്കാൻ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും എന്ന് പോലീസ് പറഞ്ഞിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായ തെളിവായ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഈ മരണത്തിൽ അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ട് കേസെടുത്തതിന് തൊട്ട് പിന്നാലെയായിരുന്നു ഷിംജിതയെ മൊഴി നൽകാൻ വിളിപ്പിക്കുകയും അവരുടെ മൊബൈൽ ഫോൺ വാങ്ങുകയും ചെയ്ത് അതിൽ നിന്നും ഏതാണ്ട് 7 വീഡിയോകളോളം ചിത്രീകരിച്ചിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ 7 വീഡിയോകളിൽ ഒരെണ്ണമാണ് പ്രസിദ്ധീകരിച്ചത്. അതിൽ തന്നെ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള വിശദമായ പരിശോധനകൾ വേണ്ടിവരും. പ്രാഥമിക ഘട്ട പരിശോധന നടത്തിയിട്ട് വിശദമായ പരിശോധനയ്ക്കായി, അതായത് ഫോറൻസിക് പരിശോധനയ്ക്കായി ഫോൺ അയച്ച ഒരു സാഹചര്യമുണ്ട്. പരിശോധനാ ഫലം കിട്ടുന്ന മുറയ്ക്കാവും ഏത് തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയത്, അല്ലെങ്കിൽ ഇത് കൃത്യമായൊരു ആസൂത്രണത്തോടെ ഉള്ള കാര്യമാണോ, മനഃപൂർവ്വം അപമാനിക്കുന്നതായിരുന്നോ ശ്രമം എന്നടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചൊരു വ്യക്തത ലഭിക്കും. ഒപ്പം ദീപകിന്റെ ഫോണിന്റെ പരിശോധനയും ഈ സംഭവത്തിന് ശേഷം ഈ ലിങ്കുകൾ എവിടെ നിന്നും വന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പരിശോധന ഫലവും പുറത്തു വരേണ്ടതുണ്ട്. കേസിലെ സാക്ഷികളുടെ മൊഴി പോലീസ് ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പ്രധാനമായും ബസ് ജീവനക്കാരായ ആളുകൾ, സഹയാത്രികരായ ആളുകൾ എന്നിവരാണ്. നേരത്തെ CCTV ദൃശ്യങ്ങൾ ബസ്സിൽ നിന്നും പുറത്തു വന്നിരുന്നു. അന്ന് പരിശോധിച്ച CCTV ദൃശ്യങ്ങളിൽ അസ്വാഭാവികമായി ഒന്നും ബസ്സിൽ ഉണ്ടായില്ല എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുകയും ചെയ്തത്. എന്തായാലും തന്റെ ഒരു സ്വകാര്യ പേജിൽ അല്ലെങ്കിൽ സ്വകാര്യ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവച്ചത് ഒരു പൊതു ഇടത്ത് പങ്കുവച്ചത് മാതിരി ആവില്ല എന്നാണ് ഷിംജിത കോടതിയിൽ വാദിച്ചത്. ഒരു അപമര്യാദയായ പെരുമാറ്റം ഉണ്ടായപ്പോൾ അതിനെതിരെ ഉണ്ടായ ഒരു ക്ഷോഭത്തിൽ നിന്നാണ് ഇത്തരമൊരു വീഡിയോ പുറത്തേക്ക് വിടാൻ ഒരു മനോവികാരം ഉണ്ടായതെന്നും അവർ പറഞ്ഞിരുന്നു. എന്നാൽ സ്വന്തം അക്കൗണ്ടിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഒരു സ്വകാര്യ ഇടമായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് ദീപകിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. അത് ഷെയർ ചെയ്യുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും ഒക്കെ ഉള്ള ഓപ്ഷനുകൾ ആ പോസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപാട് ആളുകളിലേക്ക് ആ വീഡിയോ എത്തി. അങ്ങനെ ആ വീഡിയോ ഷെയർ ചെയ്യപ്പെടും എന്ന് അവർക്ക് അറിയുകയും ചെയ്യാമായിരുന്നു. കൃത്യമായ ഒരു സോഷ്യൽ മീഡിയയിലെ റീച്ചിന് വേണ്ടിയാണ് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തതെന്നും ദീപകിന്റെ അഭിഭാഷകൻ വാദിക്കുകയുണ്ടായി. എന്തായാലും പ്രോസിക്യൂഷൻ ശക്തമായ രീതിയിൽ തന്നെ ജാമ്യ ഹർജിയെ എതിർത്തിരുന്നു. ഇന്നിപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അല്പസമയത്തിനകം അറിയാം.
ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ പ്രോസിക്യൂഷൻ അനുമതി തേടിക്കൊണ്ട് പരാതിക്കാരൻ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ സർക്കാർ ഇന്ന് കോടതിയിൽ നിലപാട് അറിയിക്കും. മുൻ MLA PV അൻവറാണ് പരാതിക്കാരൻ. എന്നാൽ അൻവറിന്റെ ആരോപണം കണ്ടെത്താനായില്ലെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിനെതിരെയാണ് നാഗരാജ് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മതിയായ കാരണമില്ലാതെയുള്ള അറസ്റ്റ് റദ്ദാക്കണമെന്നും ആവശ്യമുണ്ട്. അറസ്റ്റിന് മുൻപ് ചോദ്യം ചെയ്യലിനായി 6 തവണ ഹാജരായെന്നും പങ്കജ് ഭണ്ഡാരി പറയുന്നു. SIT നടപടികളും ഇന്ന് കോടതിയിൽ അറിയിക്കും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഇന്ന് ഈ പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതിനു മുൻപ് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴൊക്കെ വന്നിട്ടുണ്ട് എന്നതാണ്. പക്ഷേ ഈ അവിടുന്ന് സ്വർണം കണ്ടെടുത്തു ED എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ നിൽക്കുമ്പോൾ എന്തായിരിക്കും കോടതിയിൽ സംഭവിക്കുക? ശ്രീജ, അദ്ദേഹം പ്രധാനമായി ഉന്നയിക്കുന്നത് തന്നെ പ്രതി ചേർക്കണമെന്ന് റദ്ദാക്കണമെന്ന് ശക്തമായി തന്നെ ആവശ്യപ്പെടുകയാണ് പങ്കജ് ഭണ്ഡാരി. അതായത് ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നത് ആരോപിച്ചുകൊണ്ടാണ്. അതാണ് അദ്ദേഹം പ്രധാനമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ SIT തന്റെ സ്ഥാപനത്തിൽ നിന്ന് കണ്ടെത്തിയത് 109.234 ഗ്രാം സ്വർണം. അത് സ്വമേധയെ കൈമാറിയതാണെന്ന് അദ്ദേഹം പറയുന്നു. മുൻപ് ഏതാണ്ട് 6 തവണയാണ് അറസ്റ്റിന് മുൻപായിട്ട് തന്നെ ചോദ്യം ചെയ്യൽ വിളിപ്പിച്ചിട്ടുള്ളത്. ഇതിലെല്ലാം തന്നെ താൻ ഹാജരായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിയമവിരുദ്ധമാണ്, ഇത് സ്വമേധയെ കൈമാറിയ സ്വർണത്തിന്റെ പേരിലാണ് ഇപ്പോഴുള്ള തുടർ നടപടി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. താൻ പലപ്പോഴും ആവശ്യപ്പെട്ട പ്രകാരം തന്നെ താൻ ഹാജരായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ നടപടികൾ റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയും ചെയ്തത്. എന്നാൽ SITക്ക് ഇതിൽ മറിച്ച് ഉള്ള നിലപാട് തന്നെയാണ് SITക്കുള്ളത്. കാരണം ഇത്തരം ഒരു ഗൂഢാലോചന, ഈ സ്വർണ്ണ കൈമാറ്റം സംബന്ധിച്ചുള്ള ഒരു ഗൂഢാലോചനയിൽ കൃത്യമായൊരു പങ്ക് പങ്കജ് ഭണ്ഡാരിക്കുണ്ട്. പ്രത്യേകിച്ച് ഈ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയുണ്ട് നാഗഗോവർദ്ധൻ എന്ന് പറയുന്നത്. അദ്ദേഹവും ഈ സ്മാർട്ട് ക്രിയേഷന്റെ CEO ആയ പങ്കജ് ഭണ്ഡാരിയുടെയും കൃത്യമായ ഗൂഢാലോചന കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് ഇവരുടെ ഒരു റിമാൻഡ് റിപ്പോർട്ടിലടക്കം സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പങ്കജ് ഭണ്ഡാരി 12ാം പ്രതിയാണ് ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായത്തോടെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിക്കുകയും അവിടെ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുകയും ചെയ്തു. ഇതിൽ 109 ഗ്രാം സ്വർണമാണ് പണിക്കൂലിയായി പങ്കജ് ഭണ്ഡാരി എടുത്തതായിട്ട് ഈ SIT പറയുകയും ചെയ്യുന്നു. അപ്പോൾ കൃത്യമായ രീതിയിൽ ഇക്കാര്യങ്ങളിൽ പങ്കുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് എന്നതെല്ലാമാണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പറയുന്നത്. ഏതായാലും ഇരുവരുടെയും വാദങ്ങൾ ഹൈക്കോടതിക്ക് മുന്നിലെത്തും. എന്താണ് ഹൈക്കോടതി കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്നതാണ്. കാരണം ഈ കോടതി നടപടികൾ വളരെ കൃത്യമായും ശക്തമായും തന്നെയാണ് പലപ്പോഴും ഇക്കാര്യങ്ങളിൽ നിരീക്ഷണമായി വന്നിട്ടുള്ളത്. ഏതായാലും അത്തരം ഒരു ഇടപെടലുകൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ അറിയേണ്ടത്. ഏതായാലും കോടതി ഇന്ന് അദ്ദേഹത്തിന്റെ ഈ ഒരു അപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. ശ്രീജ, കൊച്ചിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. രാഹുൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 4 കോടി രൂപയുടെ ലഹരി പിടികൂടി. ടോഗോ പൗരനിൽ നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത്. 4 കിലോ മെത്താക്വലോൺ ആണ് പിടിച്ചെടുത്തതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പൊടി രൂപത്തിലായിരുന്നു ഈ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചത്. അന്താരാഷ്ട്ര വിപണിയിൽ 4 കോടി രൂപ വില വരുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഒരു വലിയ മയക്കുമരുന്ന് വേട്ട എന്ന് തന്നെ പറയാം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ?
ശ്രീജ, കഴിഞ്ഞ കുറച്ചു നാളുകളായി നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെയാണ് ഈ മയക്കുമരുന്ന് കടത്ത് നടക്കുന്നതെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിന്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് ഇപ്പോൾ വീണ്ടും ഇപ്പോൾ നടന്നിട്ടുള്ള ഒരു അറസ്റ്റായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഡൽഹിയിലേക്ക് യാത്രക്കെത്തിയ ടോഗോ പൗരനിൽ നിന്നാണ് ഇത് പിടികൂടിയിരിക്കുന്നത്. 4 കിലോളം മെറ്റാക്ലോണാണ് പിടികൂടിയിട്ടുള്ളത്. ഇത് ഒരു പൊടി, മയക്കുമരുന്ന് പൊടി രൂപത്തിലാണ് ഇത് കടത്താനായിട്ട് ശ്രമിച്ചത്. 2 പാക്കറ്റുകളാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. ഏതായാലും ഈ ഒരു രീതിയിലുള്ള മയക്കുമരുന്ന് കടത്ത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നെടുമ്പാശ്ശേരിയിൽ ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവാണെങ്കിലും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ഈ മയക്കുമരുന്ന് രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളായാലും കസ്റ്റംസിന്റെ നിരീക്ഷണത്തിൽപ്പെട്ട് പിടികൂടുന്നുണ്ട്. നെടുമ്പാശ്ശേരി ആ രീതിയിലുള്ള ഈ പുറമേ നിന്ന് എത്തുന്ന വിദേശ യാത്രക്കാരായിട്ട് പലരും എത്തുന്നത് സംശയാസ്പദമായ സാഹചര്യത്തിലേക്ക് എത്തുന്ന പലരും തന്നെയുണ്ട്. അത് ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ തായ്ലൻഡ്, മലേഷ്യ കേന്ദ്രീകരിച്ചും എല്ലാം തന്നെ ഈ രീതിയിലുള്ള ഹൈബ്രിഡ് കഞ്ചാവാണെങ്കിലും ഇതുപോലുള്ള മയക്കുമരുന്ന് വസ്തുക്കളും പിടിച്ചെടുക്കുന്നത് ഇപ്പോൾ വ്യാപകമാകുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ ടോങ്കോ പൗരനിൽ നിന്ന് പിടികൂടിയിട്ടുള്ള ഈ ഈ മെത്താക്ലോൺ എന്ന് പറയുന്ന മയക്കുമരുന്നും. അത് ഇത് സംബന്ധിയായ അന്വേഷണം തുടരുകയാണെന്നാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ. തിരുവനന്തപുരം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ കാറിനകത്ത് മദ്യപിച്ച സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഇന്നുണ്ടാകും. സ്റ്റേഷൻ പരിസരത്തായിരുന്നു നിർത്തിയിട്ട വണ്ടിയിലെ മദ്യപാനം. 6 പോലീസുകാരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഗുരുതരമായ അച്ചടക്ക ലംഘനം നടന്നു എന്നാണ് വിലയിരുത്തുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ തന്നെ സ്വകാര്യ വാഹനത്തിൽ ഇരുന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. സ്റ്റേഷനിൽ എത്തിയ ആളാണ് ദൃശ്യം പകർത്തിയത്. അന്വേഷണ റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിക്കും. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. NSS SNDP ഐക്യത്തിൽ നിന്ന് പിൻവാങ്ങി. NSS ഐക്യം പ്രായോഗികമല്ല എന്ന് NSS വിശദീകരിക്കുന്നു. പെരുന്നയിൽ ചേർന്ന NSSന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് നിർണായകമായ തീരുമാനം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് കനത്ത തിരിച്ചടി എന്ന് തന്നെ പറയാം. NSSും SNDPയും കൈകോർക്കുക എന്ന തീരുമാനത്തിലേക്ക് SNDPയും NSSും എത്തിപ്പെട്ടിരുന്നു. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും തമ്മിൽ അത് സംബന്ധിച്ച അനൌദ്യോഗികമായ കൂടി ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ആ ഐക്യം തകരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഐക്യം പ്രായോഗികമല്ല എന്നതാണ് NSSന്റെ വിലയിരുത്തൽ. ഡയറക്ടർ ബോർഡിൽ ആണ് ഇത് സംബന്ധിച്ച തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഐക്യത്തിൽ നിന്ന് NSS പിന്മാറുകയാണ്. ഒരിക്കൽ ഐക്യത്തിലെത്തുകയും പിന്നീട് ഇരു സംഘടനകളും രണ്ടായി പിരിയുകയും ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു തനിയാവർത്തനത്തിലേക്ക് പോകുന്ന സാഹചര്യം. ഇപ്പോൾ ഐക്യം വേണ്ടതില്ല, അതിന് പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല എന്ന നിരീക്ഷണത്തിലേക്ക് NSS എത്തുന്നു. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് SNDPയും NSSും കൈകോർക്കുമ്പോൾ അത് രാഷ്ട്രീയമായി പ്രതിഫലിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പത്മ പുരസ്കാരം അടക്കം ലഭിച്ച പശ്ചാത്തലം കൂടി. അപ്പോൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ NSSും SNDPയുമായി ബന്ധപ്പെട്ട കമന്റുകൾ ഉണ്ടായിരുന്നു, ട്രോളുകൾ ഉണ്ടായിരുന്നു. ഐക്യപ്പെടാൻ പോകുന്ന സാഹചര്യത്തിലടക്കം ഇപ്പോഴിതാ NSSന്റെ തീരുമാനം എന്നത് അങ്ങനെ ഒരു ഐക്യ നീക്കവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തന്നെയാണ്. NSSും SNDPയും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമില്ല എന്ന് ഡയറക്ടർ ബോർഡ് യോഗത്തിലെ തീരുമാനം ഉണ്ടാകുന്ന പശ്ചാത്തലം. കിരൺ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. കിരൺ, വലിയ തോതിൽ ചർച്ചയായ ഒന്ന്, പ്രത്യേകിച്ച് രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുള്ള ഒരു ഒരുമിക്കൽ ആകുമായിരുന്നു. 2 മതസംഘടനകളുടെ, ജാതി സംഘടനകളുടെ ഒരുമിച്ച് പോക്ക് എന്നത് അതിപ്പോൾ തകരുന്ന സാഹചര്യമാണ്. അതൊരു തുടക്കത്തിൽ തന്നെ ഈ ഐക്യ നീക്കത്തിന് തിരിച്ചടിയുണ്ടായിരിക്കുന്നു. കിരൺ, സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും അന്തിമ ധാരണയിലെത്തി. മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിലയിരുത്തപ്പെടുന്ന കരാർ ഇന്ത്യക്കും യൂറോപ്യൻ യൂണിയനും ഒരുപോലെ നിർണായകമാണ്. ആ പ്രധാനപ്പെട്ട കരാറിൽ ഇന്ന് ഒപ്പിടുകയാണ്. കയറ്റുമതി മേഖലയ്ക്കടക്കം പുത്തൻ പ്രതീക്ഷകളാണ് കരാറിലുള്ളത്. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ. അഭിലാഷ്, ആ കരാർ വിളിക്കപ്പെടുന്നത് പോലെ തന്നെ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറയുമ്പോൾ അത്രയേറെ പ്രാധാന്യമുണ്ട്.
9 ആരംഭിച്ചതാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. 17 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് അത് യാഥാർത്ഥ്യമാവുന്നതെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യം അറിയാം. ഇത് ഏത് തരത്തിലായിരിക്കും ലോകക്രമത്തിലടക്കം ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കിൽ നിർണായകമാവുക? ശ്രീജ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുലയും അതുപോലെ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും കഴിഞ്ഞ 2 ദിവസമായി ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചു വരുന്നതും. ഇന്ന് ഇതിൽ യൂറോപ്പും ഇന്ത്യയും ഇൻഡോ യൂറോപ്പ് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഇന്ന് അതിൽ ഒപ്പുവെക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീജ പറഞ്ഞതുപോലെ 2009 മുതൽ ഇന്ത്യയും യൂറോപ്പും തമ്മിൽ ഇത്തരത്തിലൊരു കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു വരികയായിരുന്നു. അതിപ്പോൾ ആ ചർച്ച അന്തിമ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ ഒരു സാഹചര്യം, ഇപ്പോൾ ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പുവെക്കുന്ന ഒരു സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ കയറ്റുമതിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അമേരിക്ക 50% താരിഫ് പ്രഖ്യാപിച്ചിരുന്ന ഒരു സമയം. അവിടെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ലോകത്ത് ജ്വല്ലറിയും ടെക്സ്റ്റൈൽസും ഏറ്റവും കൂടുതൽ കയറ്റുമതി അയക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പകുതിയോളം അധിക താരിഫ് വരുമ്പോൾ അത് അവിടെ ഇന്ത്യയുടെ കയറ്റുമതിയെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് യൂറോപ്പ് ഇന്ത്യക്കൊരു അവസരവുമായി എത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇന്ന് ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ ഒപ്പുവയ്ക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമായിരിക്കും ഉണ്ടാവുക. നേരത്തെ ഇന്ത്യ വളരെ ചുരുങ്ങിയ മേഖലകളിലായിട്ട് ഇന്ത്യയുടെ വ്യാപാരം നിജപ്പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് അമേരിക്കയുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ചെറിയ ഉലച്ചിൽ വന്ന സമയത്ത് ഇന്ത്യ മറ്റ് വഴികൾ തേടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഇന്ത്യയുടെ വ്യാപാരം മറ്റു മേഖലകളിലേക്ക് വളർത്താനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിട്ടാണ് ഇപ്പോൾ യൂറോപ്പുമായിട്ടുള്ള ഇത്തരം കരാറുകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്റോണിയോ കോസ്റ്റ പറഞ്ഞത് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരാറായിട്ട് ഇത് മാറാൻ പോവുകയാണ്. മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും ഇന്ത്യയുടെ സാധനങ്ങൾ വളരെ കുറഞ്ഞ താരിഫിൽ, വളരെ കുറഞ്ഞ ടാക്സിൽ എത്തിക്കാൻ ആയിട്ട് കഴിയും. മാത്രമല്ല, ഇന്ത്യയും പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയിൽ 110% വരെ ടാക്സ് ഉണ്ടായിരുന്നു. അത് 40% വരെയാക്കി നിജപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്കും ഇന്ത്യ എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം. പക്ഷേ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ളൊരു ബന്ധം ഒരു ഉലഞ്ഞിരിക്കുന്ന സാഹചര്യം. റഷ്യ യുക്രൈനുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യ റഷ്യയെ സംരക്ഷിക്കുന്നു, സഹായിക്കുന്നു എന്നുള്ള വലിയ ആരോപണം ട്രംപ് മുന്നോട്ട് വച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഇന്ത്യക്കെതിരെ താരിഫും ഉപരോധമൊക്കെ ഏർപ്പെടുത്താനുള്ള ഭീഷണികൾ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം. ആ ഒരു ഘട്ടത്തിലാണ് അമേരിക്കയുമായി ചേർന്ന് നിന്ന യൂറോപ്പ് ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നുള്ളത്. ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യൂറോപ്പിനും അമേരിക്കയ്ക്ക് റഷ്യയോട് എന്തായിരുന്നോ താല്പര്യം, അല്ലെങ്കിൽ റഷ്യയോടുള്ള നിലപാട് എന്താണോ അതേ നിലപാടാണ് യൂറോപ്പിനും എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും അമേരിക്കയെ പോലെ കടുത്ത നിലപാട് യൂറോപ്പ് ഇന്ത്യയോട് എടുക്കുന്നില്ല. മറിച്ച് ഇന്ത്യയുമായി ഏറ്റവും നല്ല രീതിയിൽ സഹകരിച്ചു പോകാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് യൂറോപ്പ് എത്തുന്നു. ഇത് അമേരിക്കയെ സംബന്ധിച്ച്, അമേരിക്കയുടെ നിലപാടുകളെ സംബന്ധിച്ച് അവർക്ക് ഒന്നുകൂടി പിൻവലിയുന്ന, അല്ലെങ്കിൽ അവർക്കൊന്ന് റിവൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടിയാണ് വന്നിരിക്കുന്നത്. കാരണം അമേരിക്കയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സുഹൃത്ത് വലയത്തിലുള്ള ഒരു മേഖലയാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. ആ യൂറോപ്പ് അമേരിക്കയിൽ നിന്ന് വിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം, നേരത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ചൈനയെ യൂറോപ്പിലേക്ക് ക്ഷണിച്ചിരുന്നു, ചൈനീസ് നിക്ഷേപങ്ങളെ യൂറോപ്പിലേക്ക് ക്ഷണിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മളിതൊരു വിപുലമായ ബ്രോഡർ റേഞ്ചിൽ നമ്മളിത് വായിക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഒരു വലിയ രീതിയിലൊരു ആഘാതത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫ് അത് ഇന്ത്യയിൽ വില പോകില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പുവെക്കുന്നെങ്കിൽ. ശ്രീജ. ശരി, അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അഭിലാഷ് നൽകും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാവുകയാണ്. ഏപ്രിൽ 2 വരെ സമ്മേളനം നീളും. ഫെബ്രുവരി 1 ബജറ്റ് പ്രഖ്യാപനം. സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ചേരും. പുതിയ തൊഴിലുറപ്പ് പദ്ധതിക്കെതിരെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. വിവരങ്ങളുമായി അഭിലാഷ് തന്നെ ചേരുന്നു. അഭിലാഷ്, ഈ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ പല കാര്യങ്ങളിൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്ന് ഉറപ്പാണ്. അതിനിടയിൽ സമാധാനപൂർണ്ണമായി ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്നത്തെ യോഗത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്?
ശ്രീജ, 2026 ബജറ്റാണ് ഫെബ്രുവരി 1 അവതരിപ്പിക്കാൻ പോകുന്നത്. അതിൻ്റെ സെഷൻ നാളെ ആരംഭിക്കാൻ പോകുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള സർവകക്ഷി യോഗം ഇന്നുണ്ട്. കൂടാതെ പ്രതിപക്ഷ നിരയിലെ പ്രധാന കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് ഇന്ന് കോൺഗ്രസിന് നയരൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യോഗം കൂടി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ജയറാം ജി, അതായത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു പദ്ധതിയുടെ പേര്, മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയതും കൂടാതെ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവന്നിരുന്നു. അതിനെതിരായിട്ടുള്ള പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള കാര്യമാണ് കോൺഗ്രസ് ഇന്ന് ആലോചിക്കുന്നത്. അതേസമയം സർക്കാരിനെ സംബന്ധിച്ച്, ഭരണപക്ഷത്തെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഫെബ്രുവരി 1 അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ്, ആ ബജറ്റിന് മുമ്പ് എക്കണോമിക് സർവേ 29-ാം തീയതി നിർമ്മലാ സീതാരാമന് കൈമാറും. അത് സഭയിൽ വയ്ക്കും എക്കണോമിക് സർവേ. ആ സർവേയുടെ കൂടി കാര്യങ്ങൾ അനുസരിച്ചായിരിക്കും ഫെബ്രുവരി 1 നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുക. രാജ്യത്തെ ആരോഗ്യം, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും, ഓട്ടോ, AI തുടങ്ങിയ എല്ലാ മേഖലകളിലും, ഡിഫൻസ്, IT തുടങ്ങി വിവിധ മേഖലകളിൽ ഇനി വരുന്ന വർഷങ്ങളിൽ എന്താണ് ഭരണപക്ഷത്തിൻ്റെ നയം, രാജ്യത്തിൻ്റെ നയം എന്നുള്ള കാര്യം കൃത്യമായി അവതരിപ്പിക്കാൻ പോകുന്നത് ഈ ഫെബ്രുവരി 1 നടക്കുന്ന ബജറ്റ് സെഷനിലായിരിക്കും. എത്രത്തോളം തുകകളാണ് വിലയിരുത്താൻ പോകുന്നത്, വകയിരുത്താൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫെബ്രുവരി 1 അറിയാൻ പറ്റും. ഈ ഒരു സെഷൻ ഫെബ്രുവരി 13 ആദ്യഘട്ട സെഷൻ അവസാനിപ്പിച്ച് പിന്നീട് മാർച്ച് 13-ാം തീയതി രണ്ടാം ഘട്ടം തുടങ്ങുകയും ഏപ്രിൽ 2-നാണ് ഇത്തവണത്തെ ബജറ്റ് സെഷൻ അവസാനിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് ബജറ്റ് അവതരണവും ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും നടക്കുക. കഴിഞ്ഞ ബജറ്റിലാണ് 12 ലക്ഷത്തിൽ താഴെ 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി അടയ്ക്കേണ്ട എന്നുള്ള ഒരു നിർണായകമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നയം നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചത്. അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വലിയ രീതിയിലുള്ള ആളുകളുടെ സഹായങ്ങൾ, വലിയ രീതിയിൽ ആളുകളുടെ പിന്തുണ സർക്കാരിന് ലഭിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണയും അതുപോലെ ജനപ്രിയമായിട്ടുള്ള ഏതൊക്കെ തരം നയങ്ങളാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നുള്ളതിൽ രാജ്യം തന്നെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഘട്ടമാണ്. എന്തായാലും ഫെബ്രുവരി 1 2026 ബജറ്റ് നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിക്കും. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സൂചനാ പണിമുടക്ക് ഇന്ന് സെക്രട്ടേറിയറ്റിന് പുറത്ത് ധർണയും സത്യാഗ്രഹവും നടത്തും. ഫെബ്രുവരിയിൽ അനിശ്ചിതകാല OP ബഹിഷ്കരണ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഈ പണിമുടക്ക്. അടിയന്തര ചികിത്സ ഒഴികെയുള്ള സേവനവും അധ്യാപനവും ബഹിഷ്കരിക്കും. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ഫെബ്രുവരി 9 മുതൽ നിർത്തിവെക്കും. SNDPയുമായുള്ള ഐക്യനീക്കത്തിൽ നിന്ന് NSS പിന്മാറിയതിന് പിന്നാലെ ആ വിഷയത്തിൽ SNDP നേതൃത്വത്തിന്റെ പ്രതികരണമാണ് നമ്മളേവരും കാത്തിരിക്കുന്നത്. പക്ഷേ ആ പ്രതികരണം ഇന്ന് ഉണ്ടാവുമോ എന്നതാണ് ആകാംക്ഷ. ഇന്നുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഐക്യത്തെ ആദ്യം സ്വാഗതം ചെയ്തെങ്കിലും SNDP നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് സംശയിച്ചാണ് NSS പിന്മാറിയത്. NSS സമദൂര സിദ്ധാന്തം പറയുമ്പോൾ SNDP CPMനോടും BJPയോടും അടുത്തു നിൽക്കുന്നു എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. VV വിനോദ് വിവരങ്ങളുമായി. വിനോദ്, പല പ്രതികരണങ്ങളും ഇന്നലെ വന്നെങ്കിലും ഏറ്റവും നിർണായകമായ പ്രതികരണം SNDPയുടേതാണ്. എങ്ങനെയാണ് വെള്ളാപ്പള്ളി ഇതിനെ നോക്കിക്കാണുന്നത്? എന്താണ് പറയാനുള്ളത്? വളരെ പെട്ടെന്ന് ഇല്ലാതെ പോയ ഒരു ഐക്യ ആലോചന, അതേക്കുറിച്ച് എന്താണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്? എന്തായിരുന്നു NSS ഇങ്ങനെ ഒരു നിലപാട് മാറ്റത്തിന് NSSനെ പ്രേരിപ്പിച്ചത് എന്നതടക്കമുള്ള വിശകലനങ്ങളും വരുന്നുണ്ടല്ലോ. ശ്രീജ, നേരത്തെയും NSS SNDP ഐക്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ കുറച്ചു കാലമെങ്കിലും നീണ്ടുപോയിരുന്നു. പക്ഷേ ഇതിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വിടരും മുൻപ് കൊഴിയുന്ന തരത്തിലുള്ള ഐക്യമായി പോയി എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം തന്നെ NSS ജനറൽ സെക്രട്ടറി നടത്തിയ പ്രതികരണം, ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്ന ഒരു കാര്യമാണ് സുകുമാരൻ നായർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ആദ്യം വിശാല ഹിന്ദു ഐക്യം എന്ന നിലയ്ക്കുള്ള ഒരു പ്രതികരണം വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ഒരു പ്രതികരണം നടത്തി. എന്നാൽ SNDP യോഗത്തിന് ഒരു രാഷ്ട്രീയ താല്പര്യം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി പറഞ്ഞത്. ഏതായിരുന്നാലും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അദ്ദേഹം ആദ്യം തന്നെ ഈ ഐക്യനീക്കം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ പറഞ്ഞത് സുകുമാരൻ നായരുമായി ഒരു കൊമ്പ് കോർക്കലിനില്ല, അല്ലെങ്കിൽ NSSുമായി ഒരു കൊമ്പ് കോർക്കലിനില്ല. SNDPയും NSSും സഹോദര സമുദായങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായ ഐക്യവുമായി ഹിന്ദു സമൂഹത്തിലെ പ്രധാനപ്പെട്ട 2 പ്രബല സമുദായ സംഘടനകൾ ഒരുമിച്ച് പോകും എന്ന കാര്യമാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. പക്ഷേ ഇതിനകത്തൊരു രാഷ്ട്രീയ നീക്കം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അതൊരു ചതിവായിരുന്നു എന്ന ഒരു പറയാതെ പറച്ചിലാണ് സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എങ്കിൽ വെള്ളാപ്പള്ളി അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നത് വളരെ ആകാംക്ഷയോടെ ഏവരും നോക്കുന്നൊരു കാര്യമാണ്. മാത്രമല്ല
കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വ്യാഖ്യാനങ്ങൾ വന്നിരുന്നെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ NSSനെ സംബന്ധിച്ച് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനെ പിണക്കുന്നത് അത്ര നല്ലതല്ല എന്നൊരു വികാരമുണ്ട്. മാത്രമല്ല കോൺഗ്രസുമായി എല്ലാ കാലവും ചേർന്ന് നിൽക്കുന്ന സമുദായ സംഘടനയാണ് NSS. ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞത്, അതോടൊപ്പം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പ്, ഇതിൽ രണ്ടിലും UDFനും പ്രത്യേകിച്ച് കോൺഗ്രസിനും വളരെ തിളക്കമാർന്ന വിജയങ്ങൾ നേടാനായി. അതുകൊണ്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കാലങ്ങളായി കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തുന്ന NSS എന്തിന് ഇടതുവശത്തേക്കും അല്ലെങ്കിൽ വളരെ തന്ത്രപരമായി SNDP ഒരുക്കുന്നു എന്ന് കരുതപ്പെടുന്ന BJPയിലേക്കുള്ള വഴിയിലേക്കും ചെന്ന് വീഴണം എന്ന വികാരം NSSലെ നേതൃത്വത്തിൽ പലർക്കും ഉണ്ടായി. ഈ ഒരു വികാരം തന്നെയാണ് പിന്നീട് നിലപാട് മാറ്റാൻ സുകുമാരൻ നായരെ പ്രേരിപ്പിച്ചതെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, NSS എടുക്കുന്ന സമദൂര സിദ്ധാന്തം, അവിടെ സമദൂരം പറയുമ്പോൾ കോൺഗ്രസിന് കൂടി ഇടമുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളിയുടെ കാര്യം പരിശോധിച്ചാൽ കോൺഗ്രസ് മുച്ചൂടും മുടിയണം എന്ന നിലയ്ക്ക് തന്നെയാണ് VD സതീശനോടുള്ള എതിർപ്പ് മാത്രമല്ല അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്, പൊതുവിൽ കോൺഗ്രസിനോട് അദ്ദേഹത്തിന് താല്പര്യമില്ല. മാത്രമല്ല മൂന്നാം ഇടത് സർക്കാർ വരുമെന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നു. BDJS വഴി BJPയിലേക്കും അടുത്ത ബന്ധം ഉണ്ടാക്കുന്നു, പത്മ പുരസ്കാരം ലഭിക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഇരു കൈകളും CPMൻ്റെയും BJPയുടെയും തോളിലിടുന്നു എന്ന ഒരു വികാരം പൊതുവിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇടത് സർക്കാരിൻ്റെ തുടർഭരണമുണ്ടായാൽ അത് NSSനെ തങ്ങൾ ഒപ്പം ചേർത്ത് അങ്ങനെ ഒരു വിജയത്തിലേക്ക് ഇടതു മുന്നണിയെ നയിച്ചു എന്ന് ഭാവിയിൽ വെള്ളാപ്പള്ളി അവകാശപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ സാഹചര്യമുണ്ടായാൽ SNDPയുടെ ഒരു നിഴലായി അല്ലെങ്കിൽ SNDPയോട് ഓരം ചേർന്ന് നിൽക്കുന്ന സംഘടനയായി NSS മാറ്റപ്പെടും, അതിൻ്റെ സ്വതന്ത്ര സ്വഭാവം നഷ്ടപ്പെടും. മറ്റൊന്ന്, അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 3-4 സീറ്റിൽ BJP ജയിക്കുകയാണെങ്കിലും ഇതേ അപകടമുണ്ട്. കാരണം അകന്നു നിന്ന് NSSനെ SNDP ഐക്യത്തിലൂടെ ഒരുമിച്ച് കൊണ്ടുവന്നു. അങ്ങനെ ഹിന്ദു ഐക്യമുണ്ടാകുകയും അത് BJPക്ക് നേട്ടമുണ്ടാക്കി കൊടുത്തുവെന്ന ക്ലെയിം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അവിടെയും അടി കിട്ടാൻ പോകുന്നത് NSSനാണ്. കാരണം SNDPയുടെ ഓരം ചേർന്ന് നിൽക്കുന്ന, SNDPയുടെ തണലിൽ നിൽക്കുന്ന ഒരു സംഘടനയായി മാത്രം NSS മാറുന്ന അപകടകരമായ ഒരു നിലയുണ്ടായിരുന്നു. ഇത് സംഘടനാ നേതൃത്വം തിരിച്ചറിഞ്ഞു. അങ്ങനെ തന്നെയാണ് ഈ ഒരു പിന്മാറ്റം ഉണ്ടായതും. ശ്രീജ. ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ വരുന്നുണ്ട്. എയ്ഡഡ് സ്കൂൾ നിയമനത്തിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട കേസാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. NSS നൽകിയ കേസിൽ കോടതി നൽകിയ അനുകൂല വിധി എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്ന ആവശ്യത്തിലാണ് സർക്കാർ ഉള്ളത്. ഭിന്നശേഷി സംവരണം പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ കഴിയുന്നില്ല എന്നതാണ് സർക്കാരിന്റെ വാദം. ക്രൈസ്തവ മാനേജ്മെന്റുകൾ അടക്കം ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഇടപെടൽ. അതിവേഗ റെയിൽപാതയിൽ നിന്ന് കാസർഗോഡ് ജില്ലയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം ശക്തം. കാസർഗോഡ് കേരളത്തിലല്ലേ എന്ന ചോദ്യമാണ് പരക്കെ ഉയരുന്നത്. ഈ വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചാ വിഷയമാക്കി മാറ്റുന്നതിനൊപ്പം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും. കാസർഗോഡ് കേരളത്തിലല്ലേ എന്ന ചോദ്യം ഉയരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആരോഗ്യ മേഖലയിലും ടൂറിസം മേഖലയിലും ഏറ്റവും ഒടുവിൽ റെയിൽ മേഖലയിലും വലിയ തോതിൽ അവഗണന നേരിടുന്നു എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. എന്തായാലും അതിവേഗ റെയിൽപാത കണ്ണൂർ വരെ മാത്രമുള്ള ഒരു നടപടി, അതിൽ വലിയ പ്രതിഷേധമാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതിനോടകം തന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. അത് കൂടാതെ പ്രക്ഷോഭ പരിപാടികൾക്ക് കൂടി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുക്കുന്നു. ഏതായാലും കാസർഗോഡ് ജില്ലയിലെ ഈ ഒരു പ്രശ്നം, ഈ അവഗണന, ഇത് സംബന്ധിച്ച് ജില്ലയിലെ MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ MLA മാർ ഉൾപ്പെടെ പ്രതികരണം നമുക്ക് കാണാം. അതിവേഗ റെയിൽപാത അതിൻ്റെ പ്രഖ്യാപനം വന്നപ്പോൾ കാസർഗോഡ് വരെ മാത്രമേ ഉള്ളൂ. ഞാൻ കാസർഗോഡ് MP എന്ന നിലയ്ക്ക് ഞാൻ ശക്തമായ ആവശ്യം ഉന്നയിക്കുകയാണ്. ഈ അതിവേഗ റെയിൽപാത കാസർഗോഡ് വരെ നീട്ടണം. കഴിയുമെങ്കിൽ അത് മംഗലാപുരം വരെ നീട്ടുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇപ്പോൾ കാസർഗോഡ് റെയിൽവേ ഇതിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ്. ഇപ്പോൾ വന്ദേ ഭാരത് ആരംഭിക്കുമ്പോഴും ഇതേ അവസ്ഥയാണ്. കാസർഗോഡ് വരെയാണ് ആദ്യം പ്രഖ്യാപിച്ചത്. പിന്നെ കേന്ദ്ര ഗവൺമെന്റിൽ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തി അത് മംഗലാപുരം വരെ നീട്ടണമെന്ന് പറഞ്ഞു. ഒരെണ്ണം മംഗലാപുരം വരെ നീട്ടി, ഒരെണ്ണം ഇപ്പോഴും കാസർഗോഡ് വരെയുള്ളൂ, അതും മംഗലാപുരം വരെ നീട്ടണം. ഇന്ന് വന്ദേ ഭാരത് ട്രെയിന് ഇന്ത്യയിൽ ഏറ്റവും ലാഭകരമായി ഓടുന്ന റൂട്ട് തിരുവനന്തപുരം മംഗലാപുരവും തിരുവനന്തപുരം കാസർഗോഡുമാണ്. തിരുവനന്തപുരം ജനശതാബ്ദി ഇപ്പൊ കണ്ണൂർ ഓട്ടം നിർത്തുകയാണ്. കണ്ണൂർ നിങ്ങൾ പോയി പരിശോധിച്ച് നോക്കിയോ, അവിടെ നിന്ന് കൂട്ടമായി ടെമ്പോ വാനുകളിലും ടാക്സികളിലും ആളുകളാണ് ഇങ്ങോട്ട് വരുന്നത്. കാസർഗോഡ് വരെയുള്ള ആളുകളുണ്ട്.
അവരൊക്കെ വാഹനം പിടിച്ചാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു, ഈ പുതിയ റെയിൽപാത അത് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണം, അതുപോലെ നമ്മുടെ മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കണം, മാത്രമല്ല അലൈൻമെൻറ്റും DPR നിശ്ചയിക്കുന്നതിന് മുമ്പ് വിശദമായ ചർച്ചകൾ ജനപ്രതിനിധികളെ നടത്തണം. അല്ലാതെ അലൈൻമെൻ്റ് ഉണ്ടാക്കി DPR ഉണ്ടാക്കിയിട്ട് പിന്നെ വെട്ടനും തിരുത്തലും നടന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് കാസർഗോഡിന് ഇത് അത്യന്താപേക്ഷിതമാണ്, ഈ പുതിയ തീവണ്ടിപ്പാത കാസർഗോട്ടേക്ക്. മാത്രമല്ല കഴിയുമെങ്കിൽ മംഗലാപുരം വരെ നീട്ടണം. റവന്യൂ ഇൻകം വന്ദേ ഭാരതിനെ പോലെ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കും. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ചേർന്നുകൊണ്ട് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ അതിവേഗ റെയിൽപാത എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു DPR ഉണ്ടാക്കുന്നു എന്നാണ് അറിഞ്ഞത്. നേരത്തെ അർദ്ധ അതിവേഗ റെയിൽപാത അത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കായിരുന്നു വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ അത് കേന്ദ്ര ഗവൺമെൻറ് അനുമതി കിട്ടാത്തത് കൊണ്ട് അത് ഒഴിവാക്കി പുതിയ DPR തയ്യാറാക്കി കേരളത്തിൽ ഒരു 2 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തത്തക്ക നിലയിലുള്ള സംവിധാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പുതിയ സംവിധാനം വരുന്നത്. പക്ഷെ എന്ത് ആവട്ടെ, അത് കണ്ണൂർ അവസാനിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നത് കാസർഗോഡിനുള്ള തികഞ്ഞ അവഗണനയാണ്. കഴിഞ്ഞ തവണ അങ്ങനെ ഒരു നീക്കം നടത്തിയപ്പോൾ കാസർഗോട്ടെ ജനങ്ങളും ജനപ്രതിനിധികളും എല്ലാം ഇടപെട്ടാണ് അത് കാസർഗോഡ് വരെ നീട്ടിയത്. ഇത്തവണ ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു, അത് കണ്ണൂരിൽ അവസാനിപ്പിക്കാൻ പാടില്ല, കാസർഗോഡ് വരെ വേണം. അതിനവർ ന്യായം പറഞ്ഞിരിക്കുന്നത് കാസർഗോഡ് യാത്രക്കാരില്ല എന്നാണ്. തെറ്റായ വിവരമാണ് അവർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്, ശരിയേ അല്ല. DPR തയ്യാറാക്കുമ്പോൾ തന്നെ കാസർഗോഡ് നിന്ന് തന്നെ എടുക്കണം, അല്ലാതെ കണ്ണൂർ കൊണ്ട് അവസാനിപ്പിച്ച് പിന്നീട് ഒരിക്കൽ നീട്ടാമെന്നൊക്കെ പറഞ്ഞത് യാതൊരു അർത്ഥവുമില്ല. ഇപ്പോൾ തന്നെ അതിൻ്റെ DPR തയ്യാറാക്കുമ്പോൾ തന്നെ കാസർഗോഡ് കൂടി ഉൾപ്പെടുത്തി ഈ നിർദ്ദിഷ്ട റെയിൽപാത കാസർഗോഡ് വരെ ആക്കുകയും ഈ അതിവേഗ തീവണ്ടി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിക്കുകയും ചെയ്യുന്ന നിലയിലേക്കാകണം. അതല്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം കാസർഗോഡ് ഉണ്ടാകുമെന്ന് ഞാൻ ഒരു മുന്നറിയിപ്പ് നൽകിയാണ്. റെയിൽവേ കാസർഗോഡ് കാണിക്കുന്ന അവഗണനയുടെ ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ കാലാകാലങ്ങളായി കാസർഗോട്ടെ ജനങ്ങളുടെ ദുരിതമെന്ന് പറയുന്നത് റെയിൽവേയുടെ ക്രൂരമായ അവഗണന. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അപ്പോൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് ട്രെയിനുകൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ ടാറ്റ പറഞ്ഞു പോവുകയാണ്, ഒരു സ്റ്റോപ്പുമില്ല കുറേ കാലമായി. ഇപ്പോൾ വരുമാനം ഇല്ല എന്നതിൻ്റെ പേരിലാണ് ഈ അതിവേഗ റെയിൽപാത കാസർഗോഡിലേക്ക് അനുവദിക്കാത്തത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പരിശോധിച്ചാൽ നമുക്ക് സാധിക്കുമ്പോൾ വന്ദേ ഭാരത്, അതുപോലെ തന്നെ രാജധാനി, തുടക്കത്തിൽ എന്താണ് പറഞ്ഞത്, കാസർഗോഡ് സ്റ്റോപ്പ് അനുവദിച്ചാൽ വരുമാനം ഉണ്ടാകില്ല. ഇന്നിപ്പോൾ ആ ട്രെയിനുകൾക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലും കിട്ടുന്നുണ്ട്. അധികാരികളെ അതിശയിപ്പിച്ചുകൊണ്ടുള്ള വരുമാനമാണ് ആ ട്രെയിനുകൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഒരു അവഗണനയുടെ ഭാഗമാണ്. എന്തുകൊണ്ടോ റെയിൽവേയുടെ ഭൂപടത്തിൽ കാസർഗോഡ് ഇല്ല എന്ന് ഒരിക്കൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ അവഗണനയ്ക്കെതിരെ പോരാടണം. സത്യത്തിനും ജില്ലപ്പിറവിക്ക് ശേഷം ഈ ജില്ല എന്നും അവഗണന മാത്രം നേരിട്ടിട്ടുള്ള ഒരു ജില്ലയാണ്. നമ്മുടെ ജില്ലയിൽ ഏതെങ്കിലും രീതിയിലുള്ള വികസനം ഉണ്ടായിട്ടുള്ളത് UDFൻ്റെ ഭരണകാലയളവിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, മെഡിക്കൽ കോളേജിൻ്റെ സമരം നടത്തുന്നു, അന്യായമായ ടോളിനെതിരെയുള്ള സമരം നടക്കുന്നു. അതിനിടയിലാണ് ഏറെ പ്രതീക്ഷ പുലർത്തിയ കേന്ദ്രവും കേരളവും പങ്കാളിത്തമുള്ള അതിവേഗ റെയിൽവേ അതിൽ നിന്ന് കാസർഗോഡിനെ ഒഴിവാക്കി എന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നത്. സത്യത്തിനും കോവിഡ് മഹാമാരിയുടെ കാലത്ത് കർണാടക അതിർത്തി ഒന്ന് അടച്ചപ്പോൾ 22 പേരാണ് അർത്ഥത്തിൽ മരിച്ചുപോയത്. കോവിഡിലല്ല, രോഗം ബാധിച്ച് ചികിത്സ കിട്ടാതെ മരിച്ചുപോയ ലോകത്തിലെ ഒരേ ഒരു പ്രദേശമാണ് കാസർഗോഡ് ജില്ല. ആരോഗ്യ മേഖലയിലെ ദാരിദ്ര്യം, വിദ്യാഭ്യാസ മേഖലയിലെ ദാരിദ്ര്യം, ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ജില്ലയെ ചേർത്ത് നിർത്തുന്നതിന് പകരം എയിംസിന് വേണ്ടിയുള്ള മുറവിളിയും ശക്തമായ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിന് ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന BJP അവർക്ക് വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. അവർ വികസന കാര്യത്തിൽ ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് അതിവേഗ റെയിൽവേയിൽ പോലും ഈ ജില്ല ഒഴിവാക്കപ്പെട്ടു എന്നുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. വരും നാളുകളിൽ ഇലക്ഷനുകളിലൊക്കെ ഈ ജില്ലയിലെ ജനങ്ങൾ ഇത്തരത്തിലുള്ള അവഗണന ശ്രദ്ധിക്കുന്നുണ്ട്. വരും തെരഞ്ഞെടുപ്പുകളിൽ അതിശക്തമായി വിധിയെടുത്ത്
ജില്ലയോടുള്ള അവഗണനയ്ക്കെതിരെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. സമസ്ത മേഖലയിലും അവഗണന തുടർന്ന കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും ഒടുവിലായി റെയിൽ മേഖലയിലും വലിയ അവഗണന നേരിടുന്നു എന്ന ഈ ആരോപണം ശക്തമായിരിക്കെ വലിയ തോതിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് CPM-ഉം അതുപോലെ തന്നെ UDF-ഉം. ഒപ്പം BJP-യും ഇതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിലും ഇത് വലിയ ചർച്ചാ വിഷയമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഉണ്ടായിരുന്നു ഐക്യപ്പെടാൻ പോകുന്ന സാഹചര്യത്തിലടക്കം ഇപ്പോഴിതാ NSSന്റെ തീരുമാനം എന്നത് അങ്ങനെ ഒരു ഐക്യ നീക്കവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തന്നെയാണ്. NSS-ഉം SNDP-യും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമില്ല എന്ന് ഡയറക്ടർ ബോർഡ് യോഗം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭാ കവാടത്തിൽ സമരം പ്രഖ്യാപിച്ച UDF. SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ടെന്നും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം സഭാ കവാടത്തിൽ സമരമിരിക്കുന്നത്. MLA-മാരായ നജീബ് കാന്തപുരവും CR മഹേഷുമാണ് സമരമിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം SITയുടെ മേലെ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ്. സാർ, ഞങ്ങൾ ആ സമരം തുടരുകയാണ്. ഞങ്ങളുടെ 2 അംഗങ്ങൾ CR മഹേഷും നജീബ് കാന്തപുരവും ഇന്ന് സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണെന്നുള്ള വിവരം അങ്ങേ അറിയിക്കുന്നു. ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണെന്ന് അങ്ങേ അറിയിക്കും. അതേസമയം ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് SITയുടെ അന്വേഷണമെന്നും സമരം ഹൈക്കോടതിക്കെതിരെയാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരമായിട്ടല്ല വരിക. യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമാണിത്. ഹൈക്കോടതിയാണ് SITയുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും ഇടപെടുന്നതുമൊക്കെ. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമരം നിയമസഭാ കവാടത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമായിട്ടാണ് വരിക. അതേസമയം സഭാ കവാടത്തിൽ പ്രതിഷേധം തുടരുമ്പോഴും സഭാ നടപടികളുമായി സഹകരിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് വിവാദത്തിൽ അടിയന്തര പ്രമേയം പ്രതിപക്ഷം ഉന്നയിക്കും. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, പുതിയൊരു സമര രീതിയുമായി രംഗത്തെത്തുകയാണ് പ്രതിപക്ഷം. അതായത് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നില്ല, അങ്ങനെയൊരു സഭാ നടപടികളോട് സഹകരിക്കുന്നില്ല എന്ന് സർക്കാരിന് പറയാനുള്ളൊരു വാദം പോലും മുന്നോട്ട് വെക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്ത തരത്തിൽ ഒരു വശത്ത് പ്രതിഷേധം നടത്തുന്നു, സമാധാനപരമായി, മറുവശത്ത് സഭാ നടപടികളോട് സഹകരിക്കുന്നു. എന്താണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്? ശ്രീജ, ഇന്നത്തെ ദിവസത്തിന് തന്നെ സഭ ആരംഭിച്ച സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ഒരു കാര്യമാണ് ഈ ഒരു സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. പക്ഷേ ആ സമയത്ത് തന്നെ സമാന്തരമായി ഒരു പ്രതിഷേധം സഭാ കവാടത്തിൽ തന്നെ ഉണ്ടാകുമെന്ന തരത്തിൽ, അതായത് 2 അംഗങ്ങൾ, അതായത് CR മഹേഷും നജീബ് കാന്തപുരവും സത്യാഗ്രഹ സമരവുമായി മുന്നോട്ട് പോകും. പക്ഷേ അതിനൊപ്പം തന്നെ ഇന്ന് കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട് 11 മണിക്ക്. ഒപ്പം ഈ ഒരു സഭയിലും ഈ കാര്യം ഉന്നയിച്ചിരിക്കുന്നു. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ 10 മണിക്ക് വരുന്ന മറ്റൊരു വിഷയം, അതായത് അടിയന്തര പ്രമേയമായി കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ട പാർട്ടി ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കുമെന്ന് പറയുന്നത്. അതായത് ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിരുന്നു ഇപ്പോൾ സഭയിലും പുറത്തുമായി സർക്കാരിനെതിരെ പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ച ഒരു വിഷയം. അതിനിടയിലാണ് ഈ ഒരു കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉയർന്നു വരുന്നതും അത് സഭയിലേക്ക് കൊണ്ടുവരാനും ഇപ്പോൾ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. അതിൽ കൂട്ടി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കുന്നില്ല, ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് സമരങ്ങൾ നടത്തുന്നത്, അടിയന്തര പ്രമേയമായി കൊണ്ടുവരാതെ തന്നെ സഭാ നടപടികൾ അലങ്കോലപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളായിരുന്നു പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമായി ഉയർന്നത്. അതിന് മറുപടിയായ രീതിയിലാണ് ഇന്ന് പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിച്ചു തന്നെ മുന്നോട്ട് പോകും. പക്ഷേ സത്യാഗ്രഹ സമരവും ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ചും പുറത്തു നടക്കും. അതിനൊപ്പം തന്നെ CPM-ന് ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന കണ്ണൂരിൽ നിന്നുള്ള ഒരു രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പും ഒപ്പം ഒരു പണം തിരിമറിയുമായി ബന്ധപ്പെട്ട വിഷയം, അതായത് കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ ഉന്നയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 10 മണിക്കുള്ള അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഇത് ഉന്നയിക്കും. ആ സമയത്ത് അടിയന്തര പ്രമേയത്തിന് അനുവാദം ലഭിച്ചില്ല എങ്കിൽ അത് കൂടുതൽ പ്രതിഷേധങ്ങൾക്കും മറ്റും
സഭയ്ക്ക് വിഷയമാകും. അതായത് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സഭ പാത്രമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു ഭാഗത്ത് സമരമായി തുടരുന്നു. അതിനൊപ്പം തന്നെ പാർട്ടി ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട ആരോപണം ശക്തമായി സഭയിൽ ഉന്നയിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിൽ സഭയിൽ ഈ കാര്യം എത്തിക്കുക, അത് സഭ അടിയന്തര പ്രമേയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ശ്രീജ, ശരി. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. സഭാ നടപടികൾ മുന്നോട്ട് പോകുന്നു. അതേസമയം തന്നെ നജീബ് കാന്തപുരവും CR മഹേഷ് MLAയും ഇപ്പോൾ സഭാ കവാടത്തിൽ സത്യഗ്രഹവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ആരും സ്വയം സ്ഥാനാർത്ഥികളാകേണ്ടെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി. സമയമാകുമ്പോൾ സ്ഥാനാർത്ഥികളെ പാർട്ടി തീരുമാനിക്കും. സിറ്റിംഗ് MLAമാർ മണ്ഡലം ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾ തന്നെ സ്ഥാനാർത്ഥിയേക്കാം, ചിലപ്പോൾ മാറേണ്ടി വരും എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണം താൻ തന്നെ നയിക്കുമെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പക്ഷേ മത്സരിക്കുമോ എന്ന കാര്യം പറഞ്ഞില്ല. വിനോദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനോദ്, പത്തനംതിട്ടയിലാണ് ഇത് പറഞ്ഞത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അവിടെയാണ് ആദ്യമായി സ്ഥാനാർത്ഥികളാകും, രണ്ടുപേർ സ്ഥാനാർത്ഥികളാകും എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ സെക്രട്ടറി രംഗത്തെത്തിയ സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പോൾ അവിടേക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമായ തരത്തിൽ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുകയല്ലേ മുഖ്യമന്ത്രി ചെയ്തത്? ശ്രീജ, പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രി അത് പറയുമ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അവിടെ വീണ ജോർജും ജനീഷ് കുമാറും മത്സരിക്കുമെന്ന സൂചന നൽകിയത് പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്, രാജു അബ്രഹാമാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. ഇരുവരും മത്സരിക്കുമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. അവിടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടലുണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ പാർട്ടി സംസ്ഥാന നേതൃയോഗങ്ങളിൽ അതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് രാജു അബ്രഹാം അങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്നും പിന്നീട് രാജു അബ്രഹാമിനോട് വിശദീകരണം ചോദിക്കുന്ന നിലയും ഉണ്ടായി. അത് ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ആരും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ പാർട്ടി അത് തീരുമാനിക്കും എന്നത് തന്നെയാണ്, അത് തന്നെയാണ് അന്തിമ വാക്ക് എന്ന സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകുന്നത്. മാത്രമല്ല അവിടെയുള്ള സ്ഥാനാർത്ഥികൾ കൃത്യമായി നിലവിൽ MLAമാരായിട്ടുള്ളവർ അവിടെ കൃത്യമായി പ്രവർത്തിക്കണം, മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ ഊന്നണം, വീണ്ടും സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട്. ആ കാര്യവും കൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു എന്നത് ശ്രദ്ധേയമാണ്. അതായത് ആരും സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കേണ്ട എന്ന് പറയുമ്പോഴും ഇനിയും അവിടെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മുഖ്യമന്ത്രി തള്ളുന്നില്ല. മാത്രമല്ല ഒരുപക്ഷെ നിങ്ങൾ മത്സരിക്കേണ്ടി വന്നേക്കില്ല, അതെല്ലാം തന്നെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. മത്സരിക്കും അല്ലെങ്കിൽ അവിടെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്ന് പറയുമ്പോൾ അവിടെ ഉയർന്നു വരുന്ന മറ്റൊരു കാര്യം ഈ 2 ടേം വ്യവസ്ഥ എന്നത് മാറും. അത് നേരത്തെ തന്നെ ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. 2 ടേം എന്ന വ്യവസ്ഥയിൽ മാറ്റമുണ്ടാക്കും. ഇപ്പോൾ ജനപ്രിയരായ അല്ലെങ്കിൽ ജനാംഗീകാരമുള്ള MLAമാർ വീണ്ടും മത്സരിക്കുമെന്ന തീരുമാനത്തിലേക്ക് CPM എത്തുമെന്ന സൂചനകളുണ്ടായിരുന്നു. അത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. മാത്രമല്ല അദ്ദേഹം പറയുന്നത് നേരത്തെയുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇനി വരാനിരിക്കുന്ന ഫലത്തെ ബാധിക്കുമെന്ന് ആരും കരുതേണ്ടതില്ല, അങ്ങനെ ഒരു ആശങ്ക വേണ്ട. ഇപ്പോഴത്തെ ഗ്രഹസമ്പർക്കം നേരത്തെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കും. ജനങ്ങളുമായി ഏതെങ്കിലും തരത്തിലുള്ള അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും ഗൃഹസമ്പർക്കമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതിന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ്. പലവിധ പ്രവചനങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞതിന് മുമ്പത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് വലിയ ക്ഷീണമുണ്ടായി. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ജനവിധി വരുമ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായ തീരുമാനമാണ് ഉണ്ടായത്. അതേ തരത്തിൽ തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് ക്ഷീണമുണ്ടായെങ്കിലും അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അതായിരിക്കില്ല ഫലമെന്ന ആത്മവിശ്വാസം കൂടി മുഖ്യമന്ത്രി പങ്കുവയ്ക്കുകയാണ്. ശ്രീജ, PV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട KPCC നേതൃയോഗവും ഇന്ന് ചേരുന്നുണ്ട്. ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ് ഇന്ദിരാഭവനിൽ യോഗം ചേരുക. മധുസൂദനൻ മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തേക്കും. തർക്കങ്ങൾ ഒഴിവാക്കി സ്ഥാനാർത്ഥി നിർണയം പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ജയസാധ്യതയുള്ള 3 പേരുകൾ ഉൾപ്പെടുന്ന പട്ടികയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ഹൈക്കമാൻഡിന് കൈമാറുക. പാലക്കാട് ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലെയും സിറ്റിംഗ് MLAമാർ മത്സരിക്കും. യുവാക്കൾക്കും വനിതകൾക്കും പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടാകും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക. പാലക്കാട് മണ്ണാർക്കാട് മലയിൽ വീണ്ടും തീപിടുത്തം. അലനല്ലൂർ കർക്കിടാംകുന്ന് ഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. കുളപ്പറമ്പ് മങ്കട കോവിലകത്തിന്റെ തോട്ടത്തിലാണ് തീ പടർന്നു പിടിച്ചത്. ശക്തമായ കാറ്റിൽ തീ വേഗത്തിൽ പടർന്നു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. കഴിഞ്ഞ ദിവസവും മണ്ണാർക്കാട് മേഖലയിൽ തീപിടുത്തമുണ്ടായിരുന്നു. വയനാട് കൽപ്പറ്റ പെരുന്തട്ടയിൽ വീണ്ടും
വന്യജീവി ആക്രമണം. പശുക്കിടാവിനെയാണ് കൊന്നത്. പെരുന്തട്ട സ്വദേശി ഷൺമുഖന്റെ പശുക്കുട്ടിയാണ് കൊന്നത്. നേരത്തെയും വന്യജീവി ആക്രമണത്തിൽ ഷൺമുഖന്റെ പശു ചത്തിരുന്നു. പ്രദേശത്ത് പുലിശല്യം രൂക്ഷമാണ്. നേരത്തെ തന്നെ കടുവയുടെ സാന്നിധ്യം കൂടിയുള്ള ഇടമാണ് പെരുന്തട്ട എസ്റ്റേറ്റ്. കൊടും കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിച്ച ഒരു ടെലിവിഷൻ ഷോ, ഇന്ത്യാസ് മോസ്റ്റ് വാണ്ടഡ്. 90കളിൽ ദൂരദർശനിൽ കണ്ട ഈ ഷോ പലരുടെയും മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. 135 കുറ്റവാളികളെയാണ് ഈ ടെലിവിഷൻ പരിപാടിയിലൂടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നത്. എന്നാൽ ഷോയുടെ അവതാരകനായ ഷുഹൈബ് ഇല്യാസി ഒടുവിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് ജയിലിലായത് വലിയ വിരോധാഭാസം. 1980കളിലോ അതിനു മുൻപോ ജനിച്ച ടെലിവിഷൻ പ്രേക്ഷകർ ഒരുപക്ഷെ ഒരിക്കലും മറക്കാത്ത പേരാണ് ഷുഹൈബ് ഇല്യാസി. ഈ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലെങ്കിലും ഇദ്ദേഹം അവതരിപ്പിച്ച പരിപാടിയുടെ പേര് കേട്ടാൽ ആളെ മനസ്സിലാകും. ഇന്ത്യാസ് മോസ്റ്റ് വാണ്ടഡ്. ടെലിവിഷൻ പ്രേക്ഷകരെ ഒന്നാകെ ത്രസിപ്പിച്ച ക്രൈം സീരീസിൻ്റെ അവതാരകനും പ്രൊഡ്യൂസറുമായിരുന്നു ഇല്യാസി. വെറുമൊരു ടെലിവിഷൻ പരിപാടി ആയിരുന്നില്ല ഇന്ത്യാസ് മോസ്റ്റ് വാണ്ടഡ്. 135 കൊടും ക്രിമിനലുകളെയാണ് ഈ അത്യുഗ്രൻ ടെലിവിഷൻ ഷോയിലൂടെ ഇല്യാസി നിയമത്തിന് മുന്നിൽ കീഴടങ്ങിച്ചത്. എന്നാൽ വിധിയുടെ വിളയാട്ടമെന്ന് തന്നെ പറയാം. ഏറ്റവും ഒടുവിൽ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ഇല്യാസി തന്നെ ജയിലറയ്ക്കുള്ളിലായി. ഇന്ത്യാസ് മോസ്റ്റ് വാണ്ടഡ് എന്ന സീരീസുമായി 1998 CTVയിൽ അവതാരകനായി പ്രത്യക്ഷപ്പെട്ട നാൾ മുതലാണ് ഇല്യാസിയെ പ്രേക്ഷകർ അറിയാൻ തുടങ്ങിയത്. ബ്രിട്ടീഷ് ടിവിയിൽ പ്രദർശിപ്പിച്ചിരുന്ന ക്രൈം സ്റ്റോപ്പേഴ്സ് എന്ന സീരീസിൻ്റെ ചുവട് പിടിച്ചാണ് ഇല്യാസിയും ഭാര്യ അഞ്ജുവും സീരിയൽ രൂപപ്പെടുത്തിയത്. പോലീസ് കേസുകളിൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏതെങ്കിലും കുറ്റവാളിയെ ഓരോ ആഴ്ചയിലും പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തും. അവർ നടത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, അക്രമങ്ങൾ, അവരുടെ വ്യക്തിഗത വിവരങ്ങൾ എന്നുവേണ്ട അവരെ പിടിക്കുന്നതിന് വേണ്ട സൂചനകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് കാഴ്ചക്കാരിലേക്ക് കൈമാറുന്നത്. അതോടൊപ്പം കുറ്റവാളിക്ക് ഒരു സന്ദേശം കൊടുക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിൽ കീഴടങ്ങാൻ ഞങ്ങൾ സഹായിക്കാം എന്നതാണ് ആ സന്ദേശം. 52 എപ്പിസോഡുകൾക്ക് വേണ്ടിയാണ് ഇല്യാസി CTVയുമായി കരാർ ഒപ്പിട്ടത്. പക്ഷേ ഈ സീരിയൽ മറ്റൊരു പേരിൽ ദൂരദർശനിൽ ഇല്യാസി അവതരിപ്പിക്കുകയുണ്ടായി. കുറ്റാന്വേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഓഫീസിൻ്റെ പശ്ചാത്തലം പോലും ഒരുക്കിയായിരുന്നു ഷോ. 90കളിലാണ് ഇത്തരമൊരു ടെലിവിഷൻ പരീക്ഷണമെന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഇല്യാസിയുടെ വിഷ്വൽ സെൻസിനെക്കുറിച്ച് മതിപ്പ് തോന്നുന്നത്. പക്ഷേ ഇങ്ങനെ പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും കുടുംബജീവിതം വല്ലാതെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയായിരുന്നു. 1966 നവംബർ 15 ഷുഹൈബ് ഇല്യാസിയുടെ ജനനം. ന്യൂഡൽഹിയിലെ കസ്തൂർബം ഗാന്ധി മാർഗ് പള്ളിയിലെ ഇമാമിന് തൻ്റെ മകൻ ഇല്യാസിക്ക് ആധുനിക വിദ്യാഭ്യാസം നൽകണമെന്നത് നിർബന്ധമായിരുന്നു. മാസ് കമ്മ്യൂണിക്കേഷനിൽ PGക്ക് ജാമിയ മിലിയ സർവകലാശാലയിൽ പഠിക്കുമ്പോഴാണ് അതേ കോഴ്സിൽ പരിശീലനം നേടിയിരുന്ന അഞ്ജു എന്ന സിഖ് യുവതിയുമായി ഇല്യാസി അടുപ്പത്തിലായത്. പക്ഷേ ഇവരുടെ വിവാഹത്തിന് അനുകൂല നിലപാടായിരുന്നില്ല ഇരു കുടുംബങ്ങൾക്കും. കോഴ്സ് കഴിഞ്ഞ് അഞ്ജു ലണ്ടനിലേക്ക് പോയി. അവിടെ സഹോദരൻ്റെ കൂടെ താമസിച്ചു. താമസിയാതെ ഇല്യാസിയും ലണ്ടനിലെത്തി. അവിടെ വെച്ചാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇവർ വിവാഹിതരാകുന്നത്. ഈ ലണ്ടൻ ജീവിതത്തിനിടയ്ക്കാണ് ക്രൈം സ്റ്റോപ്പേഴ്സ് എന്ന പരിപാടി ഇവരുടെ ശ്രദ്ധയിലെത്തുന്നത്. അവിടെ വെച്ചാണ് അവർ രണ്ടുപേരും കൂടി ദ മോസ്റ്റ് വാണ്ടഡ് എന്ന TV സീരിയലിൻ്റെ രൂപരേഖ തയ്യാറാക്കുന്നത്. അഞ്ജു അവതാരകയാവണം എന്നതായിരുന്നു അവർ ഒന്നിച്ചെടുത്ത തീരുമാനം. പക്ഷേ പിന്നീട് ഇല്യാസ് തന്നെ അവതാരകനാവുകയായിരുന്നു. അപ്പോഴേക്കും അവരുടെ ഇടയിൽ പടലപ്പിണക്കങ്ങൾ തുടങ്ങിയെന്ന് വേണം അനുമാനിക്കാൻ. ഇല്യാസിയുടെ കൂടെ താമസിക്കാൻ കൂട്ടാക്കാതെ അഞ്ജു വീണ്ടും ലണ്ടനിലേക്ക് പോയി. 96 സീരിയലിൻ്റെ 3 എപ്പിസോഡുകൾ വന്നതിന് ശേഷമായിരുന്നു അഞ്ജുവിൻ്റെ മടക്കം. ദമ്പതികൾക്ക് ജനിച്ച കുട്ടിക്ക് അവർ ആലിയ എന്ന് പേരിട്ടു. കുട്ടിയുടെ പേര് നിലനിർത്തിക്കൊണ്ടാണ് ആലിയ പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഇല്യാസി നിർമ്മാണ കമ്പനി ആരംഭിച്ചത്. ഇടയ്ക്ക് ഇല്യാസി കാനഡയിലെത്തി അഞ്ജുവുമായി രമ്യതയിലെത്തി. ആലിയ പ്രൊഡക്ഷൻസിൽ അഞ്ജുവിന് 25% ഓഹരി നീക്കിവെച്ചു. 99 ഫെബ്രുവരിയിൽ അവർ രണ്ടുപേരും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ഡൽഹിയിലെ മയൂർ വിഹാറിൽ 15 ലക്ഷം രൂപ മുടക്കി ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങി. 99 ഡിസംബർ അവസാനം അവർ ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറ്റി. 2000 ജനുവരി 16 അഞ്ജുവിന് 30 വയസ്സ് തികയുന്ന ദിവസം ഗംഭീരമായി ആഘോഷിക്കാൻ അവർ തീരുമാനിച്ചിരുന്നു. എന്നാൽ അതിന് ദിവസങ്ങൾക്ക് മുൻപ് ജനുവരി 10 രാത്രി 11:15 അഞ്ജുവിനെ കുത്തേറ്റ് മരിച്ച നിലയിൽ ന്യൂഡൽഹി എയിംസിൽ എത്തിക്കുകയായിരുന്നു. അഞ്ജു സ്വയം കത്തികൊണ്ട് മുറിവേൽപ്പിച്ചുവെന്നായിരുന്നു ഇല്യാസിയുടെ ഭാഷ്യം. പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. പോലീസ് 1 മാസം കേസ് അന്വേഷിച്ചു. ഫോറൻസിക് റിപ്പോർട്ടിലും ആത്മഹത്യ എന്നാണ് പറഞ്ഞിരുന്നത്. ഈ റിപ്പോർട്ടിൻ്റെയും മറ്റ് തെളിവുകളുടെയും വെളിച്ചത്തിൽ കേസ് ആത്മഹത്യയായി റഫർ ചെയ്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് ഫയൽ ചെയ്തു.
ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് കാനഡയിലുണ്ടായിരുന്ന അഞ്ജുവിൻ്റെ സഹോദരി രശ്മി സിംഗ് ആരോപണങ്ങളുമായി രംഗപ്രവേശനം ചെയ്യുന്നത്. സ്ത്രീധനത്തിന് വേണ്ടി പീഡിപ്പിച്ചതുകൊണ്ടുള്ള മരണമാണെന്നും കൊലപാതകത്തിന് കേസെടുക്കണമെന്നും ഇവർ ആവശ്യമുന്നയിച്ചു. ഒടുവിൽ 2005 CBI കേസ് ഏറ്റെടുത്തു. കൊലപാതകത്തിന് കുറ്റപത്രം കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്തു. 10 വർഷത്തിനു ശേഷം സെഷൻസ് കോടതി ഇല്യാസി കുറ്റക്കാരനാണെന്ന് വിധിച്ചു. തൻ്റെ സീരിയലുകളിൽ കൂടി 135 ക്രിമിനലുകളെ പിടികൂടാൻ സഹായിച്ച ഒരു വ്യക്തി അവസാനം വലിയൊരു കുറ്റവാളിയായി മാറേണ്ടി വന്നത് വിധിയുടെ ക്രൂരമായ ഒരു വിനോദമെന്നല്ലാതെ മറ്റെന്തു പറയാൻ. ഇതോടെ 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി വിശദമായി തന്നെ പുതിയ രാഷ്ട്രീയ സംഭവവികാസങ്ങളടക്കം പരിശോധിക്കുന്നു. ന്യൂസ് ട്രെൻഡ്സിൽ KP അഭിലാഷ് ചേരും. ഇടവേളയ്ക്ക് ശേഷം